നമ്മളത് വിടുവാണ്. ഇതിനെ അപ്പച്ചനൊന്ന് കണ്ടേ നല്ലതല്ലേ? ഗൈസ്, നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് ഡേ 21. ഇതുവരെ നമ്മൾ അമ്മയെ കൊണ്ട് സാറെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് ഏകദേശമായി വരുമായിരുന്നു. അപ്പോഴാണ് ഇവള് വീട്ടിൽ ബോറടിച്ചിരിക്കുന്നത് കണ്ട്. അപ്പൊ ഒന്ന് പുറത്തോട്ടൊന്ന് കൊണ്ടുപോകാൻ തോന്നി. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ ഏരിയയില് ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. ഏകദേശം 97 വയസ്സും 89 വയസ്സുമുള്ള ഈ അപ്പച്ചനെ അമ്മച്ചിയും നമ്മുടെ സാറെ ഇന്ന് കാണാൻ പോവാണ്. ഗൈസ്, അപ്പം അപ്പച്ചന്റെ വീട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പച്ചനും അമ്മച്ചിയും അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അപ്പച്ചനും അമ്മച്ചിയും സാറെ കാണാൻ പോവാണ്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. വെള്ളം 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 ബാബ വെള്ളം വെള്ളം അമ്മച്ചിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലോട്ട് പുതിയ എടുത്തതായിരുന്നു. ഇവിടെ കേട്ടുന്നില്ല പുറത്ത് ഇത് ഇല്ലില്ല, കേട്ടുന്നില്ല. അപ്പച്ചൻ നേരെ അത് കണ്ടേ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കടമ്പയിൽ അപ്പച്ചൻ. അപ്പച്ചൻ നേരെ അത് കണ്ടേ. ഇതിനെ അപ്പച്ചനൊന്ന് കണ്ടേ നല്ലതല്ലേ? കളിക്കുന്നില്ല. പോ അപ്പച്ചനെ ഒന്ന് കാണാൻ വേണ്ടി വന്നയാ. കുഞ്ഞായോണ്ടേ പോ. ഓക്കെ. അപ്പച്ചാ ഓക്കെ അപ്പച്ച, ശരി എന്നാ. അടിപൊളി. എന്റെ അപ്പച്ചനാണ്, പേടിക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷയുമായിട്ടായിരുന്നു ഞാൻ വന്നത്. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. ഇപ്പൊ അപ്പച്ചന്റെ അടുത്തോട്ട് വന്നായിരുന്നു. പക്ഷെ അപ്പച്ചൻ മുടിഞ്ഞ കലിപ്പാണ്. പക്ഷെ അമ്മച്ചി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. അമ്മച്ചിക്ക് ഭയങ്കര കാര്യമാണ് നമ്മളെ. അപ്പച്ചന് ഇച്ചിരി കലിപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. കുറച്ചു കഴിഞ്ഞിട്ട് വരണ്ടായിട്ട് വരും അങ്ങനെയാണെങ്കിൽ. ഗൈസ്, കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി എങ്ങാണ് അപ്പച്ചന്റെ മനസ്സ് മാറിയാലോ. പക്ഷേ ഓരോ നിമിഷം കഴിയുമ്പോഴും കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പച്ചൻ അവിടെ നിന്ന് എണീക്കുന്നുമില്ല, കാര്യങ്ങളെല്ലാം കബൂറാവുക. അതുകൊണ്ട് ഞാൻ സാറേ ഇല്ലാതെ ഒന്ന് പോയി സംസാരിച്ച് നോക്കി. ശരിക്കും അവിടെ ഓഡിയോ ക്ലിയർ ആവാത്തോണ്ടാണ് ഇതിലും കൂടിയ ഐറ്റംസ് ആണ് ഞാൻ അവിടെ നിന്ന് കേട്ടത്. കഴിച്ചപ്പോ അപ്പച്ചൻ മുടിഞ്ഞ കലിപ്പാണ്. ഞാൻ സംസാരിച്ചു പോയിട്ട് അപ്പച്ചനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അമ്മച്ചിയോട് നൈസിന് അപ്പുറത്തോട്ട് വല്ലതും വന്ന് അമ്മച്ചിയോട് സംസാരിക്കാനുള്ള സ്കീം വല്ല ഒപ്പിക്കാവോ നോക്കട്ടെ. അമ്മച്ചിയോട് സംസാരിച്ച് ഇങ്ങനെ സെറ്റ് ആക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. ഗൈസ്, പിന്നെ സീനായി. വല്ല കണ്ണ് കണ്ടോ? കണ്ണ് പിന്നെ ചുമന്നു വന്നു. മിക്കവാറും അപ്പച്ചനെ അമ്മച്ചി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 കണ്ണും സീനായി ചുമന്നു വന്നു. ഇന്നാളി പറഞ്ഞ അസുഖം ഞാൻ കുറഞ്ഞെന്ന് വിചാരിച്ചോണ്ട് പുറത്തോട്ട് ഇറക്കിയത്. പക്ഷെ പിന്നെ വിഷയമായി ഇത്. 2-3 ദിവസത്തിന് മുമ്പ് ഇവൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് പോലെ കണ്ണി വന്നായിരുന്നു. അപ്പം അതിന് ട്രീറ്റ്മെന്റ് എല്ലാം എടുത്ത് ആ ട്രീറ്റ്മെന്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അത് ഏകദേശം മാറിയെന്ന് കണ്ടപ്പോഴാണ് ഇവളെ പുറത്തൊക്കെ ഇറക്കാനായിട്ട് തുടങ്ങി. അത് പിന്നെയും കൂടി. ഇപ്പം അത് കാരണം ഈ വ്ലോഗ് പെട്ടെന്ന് വൈൻഡ് ചെയ്യേണ്ട അവസ്ഥയായി. പക്ഷെ അവളുടെ കണ്ണ് വീയാതായി തുടങ്ങിയതാണ്. അതാ ഒരു സീൻ. അവൾക്കൊന്ന് ഉറങ്ങണം. ഗൈസ്, അപ്പൊ ഫ്രണ്ടിക്കുള്ള കയറ്റം നടക്കത്തില്ല. കാരണം അപ്പച്ചൻ അവിടെ തന്നെ ഇരിക്കണം. നമുക്കിനി ഒരു വഴിയുള്ളൂ. അപ്പച്ചനെ കാണാൻ പറ്റത്തില്ല, അമ്മച്ചി നമുക്ക് കാണണം എന്തായാലും സാറേയും കൊണ്ട്. അത് നമുക്ക് പുറകെ കൂടെ ഒന്ന് പോയി ചെറുതായിട്ട് നോക്കാം. ചിലപ്പോ എന്നെ അടിച്ചിറക്കി വിടുവായിരിക്കും. അപ്പൊ ആള് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ബോളൊക്കെ വരും, തനിക്കൊന്നും കൊള്ളില്ല കേട്ടോ. അപ്പൊ ഗൈസ്, വീടിന്റെ പുറകെ കൂടെ ഒക്കെയാണ് പോകുന്നത്. മിക്കവാറും ഒരടി കിട്ടും. ആരെങ്കിലും ഉണ്ടോന്ന് നോക്കണം.
ഡോർ അടച്ചിരിക്കുക ഗൈസ്. അപ്പം അടുക്കള ഡോറും അടച്ചിരിക്കുക, അതുവഴി കയറിയുള്ള സംസാരമൊന്നും നടക്കത്തില്ല. അപ്പച്ചനാണ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കും, അമ്മച്ചിയോടും കാണാൻ പറ്റത്തില്ല, അപ്പച്ചനെയും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അപ്പച്ചനാണ് ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ബാക്കിൽ കൂടെ കയറാനും ഒരു വഴിയില്ല, കാരണം എല്ലാം ക്ലോസ്ഡ് ആക്കി ഇരിക്കുകയാണ്. അതും സാറയ്ക്കും തീരെ വയ്യ, കണ്ണൊക്കെ വയ്യാതായി, മിക്കവാറും ഇത് ഫ്ലോപ്പ് ആവും. ഇപ്പൊ ഗ്യാസ് ലാസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുവാണ്, ഫ്രണ്ടിൽ കൂടെ തന്നെ പോവാണ്, കാരണം ബാക്ക് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പച്ചൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഇവളുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം അപ്പച്ചൻ ഇല്ലാത്ത സമയത്ത് വരേണ്ടതായിട്ട് വരും. ലാസ്റ്റ് ഒന്ന് ട്രൈ. വരണ്ടാന്നോ അപ്പച്ചാ? വേണ്ടല്ലേ? ശരി എന്നാ അപ്പച്ച. അപ്പം ഫ്ലോപ്പാണ് ഗ്യാസ്, നമ്മളത് വിടുവാണ്. നമുക്ക് വേറെ ദിവസം അമ്മച്ചി കാണാനായിട്ടാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ. എനിക്ക് വയ്യ. മതി ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. ഇന്ന് ആദ്യമായിട്ട് സാറ് ഇവരെ രണ്ടുപേരെയും കാണാൻ പോകുകയാണ്. അത് നീ വാ വാടാ, എടാ വാടാ, ഞാൻ പറയുന്നേക്ക് വാ. ഇല്ലടാ വാ, ഇവിടെ കടിക്കത്തില്ലടാ, നീ വാ. സാറാ എന്റെ ഏടാ സാറാ. നിക്ക് തൊട്ടോ ഇത്രേ ഉള്ളു. ബിസ്ക്കറ്റ് കൊടുത്തു. 4. കം ഹിയർ സാറാ. ഒരുപാട് കളിക്കുക കേട്ടോ. ഡി ബാ സാറാ കം ഹിയർ. ഗൈസ് എന്തായാലും അമ്മ ഒന്ന് സാറയുടെ റിയാക്ഷൻ ഉണ്ട്. ആരടി സാറേ? ആരടി സിജി തുറക്കാൻ പോകുന്നു. സാറയുടെ റിയാക്ഷൻ അടക്കടക്ക